അങ്ങനെ ഞങ്ങൾ ഗാർഗിയിലെത്തി. പിറ്റേ ദിവസം തന്നെ ഞങ്ങൾ രാവിലെ എഴുന്നേറ്റ് ട്രക്കിങ് തുടങ്ങി. 6 കിലോമീറ്റർ ആയിരുന്നു മുകളിൽ ഹേംകുണ്ട് വരെ എത്താൻ. ഞങ്ങളെത്തി. ഇതായിരുന്നു വ്യൂ ഹേംകുണ്ടിൻ്റെ. ചെന്നപ്പോഴേ നമുക്ക് കാണാൻ പറ്റും നല്ല ലേക്കൊക്കെ ആയിരുന്നു. ഇവിടുത്തെ ഒരു ഫുൾ സറൗണ്ടിങ് ആണ്. ഹേംകുണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഗുരുദ്വാരമാണ് മെയിൻലി. ഇത് 6 മാസം മാത്രമേ വർഷത്തിൽ തുറക്കത്തുള്ളൂ. നമ്മുടെ ബദ്രിനാഥും കേദാർനാഥ് പോലൊക്കെ ഇതാണ് ആ ഗുരുദ്വാര. നമുക്ക് ഫുഡും നമുക്ക് ഇഷ്ടം പോലെ കഴിക്കാം അവിടെ കിട്ടും. അവർക്ക് ഭയങ്കര റെസ്പെക്റ്റോടാണ് നമ്മളെ കാണുന്നത്. അതിൽ നമ്മൾ ഇത്രയും ട്രക്ക് ചെയ്ത് വന്നുകൊണ്ട് ഭയങ്കര നമുക്ക് വഴി കൂടെ ട്രക്കൊക്കെ ചെയ്ത് നമുക്ക് മുന്തിരിങ്ങയൊക്കെ അവർ തരും. മുന്തിരിങ്ങ, അണ്ടിപ്പരിപ്പ്, അങ്ങനെയൊക്കെ കാഷ്യൂസും അങ്ങനെയൊക്കെ ഓരോന്ന് തരും നമുക്ക്. അതുവഴി ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ പലതരം ട്രക്കിങ്ങിന് പോയി. പക്ഷേ ഹേംകുണ്ട് മൗണ്ടൻസ് എനിക്ക് കുറച്ചുകൂടി ഇതായിട്ട് തോന്നി. ഈ സ്റ്റെപ്പ് നിങ്ങൾ കണ്ടോ? ഇത് 222 സ്റ്റെപ്പുണ്ട്. ഇതിൽ അപ്പുറത്ത് സ്ലോപ്പുണ്ട്. നമുക്ക് ഇഷ്ടമാണ് നമുക്ക് ഏതുകൊണ്ടും എടുക്കാം. ഞാൻ സ്റ്റെപ്പാണ് കയറിയത്. ഈ വാട്ടർഫോളൊക്കെ കാണുമ്പോൾ ശരിക്കും തോന്നുന്നു നമ്മളിതോ സ്വപ്ന ലോകത്ത് വന്നൊരു ഫീലാണ്. എനിക്ക് എൻ്റെ കണ്ണിനോട് തന്നെ ഞാൻ ചിലതൊന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല. ചിലത് എനിക്ക് പനിയും ആകെ സീനായിരുന്നു എനിക്ക് അന്ന് കയറിയ ദിവസം. ഇതുപോലെ ഇവർ ഓരോ കഴുതകൾ കാണും അവിടെ. ഓരോരുത്തർ ഇതിന് പുറത്ത് കയറിയാണ് ട്രക്ക് ചെയ്തൊക്കെ വരിക. ഇത് ഞങ്ങൾ താഴെ ഇറങ്ങിയപ്പം ഞങ്ങൾ കണ്ടൊരു വാട്ടർഫോളായിരുന്നു. കുറച്ച് നേരം അവിടെയൊക്കെ ടൈം സ്പെൻഡ് ചെയ്ത്. ഇതുവഴി ഇതിൻ്റെ അടുത്തോട്ടാണ് നമുക്ക് വാലി ഓഫ് ഫ്ലവേഴ്സും പോകാൻ പറ്റും. വാലി ഓഫ് ഫ്ലവേഴ്സ് ഇതുപോലെ ജൂലൈ തൊട്ടാണ് സ്റ്റാർട്ടിങ് തുടങ്ങുക. ഇതിൻ്റെ രണ്ടും ടൈമിങ് ഒരുപോലാണ്. ഡിസംബർ സമയത്ത് ഇത് അടച്ചിടും. ആ ഒരു ഇതാണ് ഇവിടെ. അങ്ങനെ ഞങ്ങൾ പിന്നെ അന്ന് രാത്രി തിരിച്ചിറങ്ങി. ഞങ്ങൾ ഒറ്റയടിക്കാണ് 20 കിലോമീറ്റർ രാത്രിയും കൊണ്ട് കവർ ചെയ്ത്. ഞങ്ങൾ ക്ലാസ് തുടങ്ങാറായിരുന്നു. ഞങ്ങൾക്ക് എങ്ങനെ ഇറങ്ങിയേ വിടത്തുള്ളായിരുന്നു. ഓൾറെഡി ഒരാഴ്ച കഴിഞ്ഞ് അങ്ങനെ ഞങ്ങൾ ഇറങ്ങി അവിടെ നിന്ന്.